ഒരു 5-5.5 ലക്ഷം റുപ്യ ബഡ്ജറ്റിൽ നിങ്ങളൊരു 5 സീറ്റ് വാഹനം തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സേഫ്റ്റി അതേപോലെ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതായിരിക്കും നല്ലത് നമ്മളെ കമൻറ്റ് ബോക്സിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി 5 ലക്ഷം റുപ്യ ബഡ്ജറ്റിലാണെന്നുണ്ടെങ്കിൽ എന്തായാലും എക്കോസ്പോർട്ടാണ്. എക്കോസ്പോർട്ടിൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ്. അതെ, നമ്മൾ എക്കോസ്പോർട്ടിൽ 2016-17 രജിസ്ട്രേഷൻ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ് പുഷ്പെട്ട സ്റ്റാർട്ട്. അതേപോലെ ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫോർഡ് എക്കോസ്പോർട്ട് എന്നും ഒരു പിടി മുന്നിൽ തന്നെയാണുള്ളത്. അതേപോലെ ഇൻറ്റീരിയർ ഭാഗത്തിൻ്റെ ആണെങ്കിലും അതേപോലെ ഡ്രൈവിംഗ് കംഫർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തുകൊണ്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഫോർഡ് എക്കോസ്പോർട്ട്. ഇത് 2016-17 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ ഓടിയുള്ളത് 1,06,000 കിലോമീറ്റർ ഉണ്ടോ. ഇതൊരു മെറ്റാലിക് ഗ്രേ കളറിലാണ് ഈ വാഹനം വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെയാണ് ഇത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഷോറൂം കണ്ടീഷൻ തന്നെ പറയട്ടെ. അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഗുഡിയറിൻ്റെ 4 ഒരു 90-95% ടയർ ഭാഗം വരുന്നുണ്ട് കേട്ടോ. ഏതൊരു ഭാഗത്തും ചെറിയൊരു മൈന്യൂട്ട് സ്ക്രാച്ച് വരെ ഈ വാഹനത്തുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ചെറിയ ടച്ചപ്പ് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിറക്കിയ ഒരു വാഹനം തന്നെയാണ്. ഒരുപാട് എക്കോസ്പോർട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലത്തിന് ശേഷമാണ് വീണ്ടും ഒരു എക്കോസ്പോർട്ട് നമുക്ക് സെയിലിൽ വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ സൈഡ് ബോഡി കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാ ഭാഗങ്ങളും പക്ക ഷോറൂം കണ്ടീഷൻ തന്നെ വരുന്നത്. ഇതിൻ്റെ മൊത്തത്തിലുള്ള ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റിലും നല്ല ക്വാളിറ്റി തന്നെ വരുന്നത് കേട്ടോ. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളും അതേപോലെ ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷനാണ്. ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ കഴിയില്ല. ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ക കണ്ടീഷനാക്കി പോളിഷ് ചെയ്ത് നിർത്തിയ വാഹനം കേട്ടോ. അതേപോലെ അതിൻ്റെ ബാക്ക് സൈഡ് വരികയാണെങ്കിലും ഒരു അത്യാവശ്യം നല്ല ലുക്ക് തന്നെ ബാക്ക് സൈഡ് വരുന്ന ഒരുപാട് ആരാധകരുള്ളൊരു വാഹനം തന്നെയാണ് ഫോർഡ് എക്കോസ്പോർട്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ വരുന്നത്. ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഈ ഒരു ഡിക്കി തുറക്കൽ എങ്ങനെയാണെന്നല്ല. ഒരുപാട് ആൾക്കാർ ഇതുമ്പോൾ പിടിച്ചു വലിക്കും. ഇതിൻ്റെ ഉള്ളിലൊരു ബട്ടൺ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ബട്ടൺമേ ചെറുതായിട്ട് പ്രസ് ചെയ്താൽ ഡിക്കി ഓപ്പൺ ആവും. അതേപോലെ ഇതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല വൃത്തി തന്നെ ഉള്ളത് കേട്ടോ. ഈ സൈഡിലും പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നൊരു വാഹനം. എയർ ബാഗ് നോക്കുകയാണെങ്കിൽ 2 വരുന്നത് കേട്ടോ. ഞാൻ ടൈറ്റാനിയം പ്ലസ്സിൽ കൂടുതൽ 6 എയർ ബാഗ് വരുന്നുണ്ട്. ഇതിൽ 2 എയർ ബാഗാണ് വരുന്നത്. ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കമ്പനി സെറ്റ് വരുന്നുണ്ട്. അതേപോലെ കൺട്രോൾ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ. അതേപോലെ അതിൻ്റെ എൻജിൻ സൈഡൊക്കെ വരുമ്പോഴേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊരു എൻജിൻ സൈഡ് തന്നെ കേട്ടോ. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല. നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എൻജിൻ റൂം കംപ്ലീറ്റ്. അതേപോലെ അപ്രോണിൻ്റെ സൈഡാണ്. ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. എല്ലാ ഭാഗങ്ങളും പക്കയാണ് കേട്ടോ. ഗ്രേ കളറിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ വാഹനം കിടക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 5,65,000 രൂപയുണ്ട്. ഒരു 80,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.